ഹേയ് ഹലോ, ഇന്ന് ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ മുടി മൊട്ടയടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു തവണ ഞങ്ങൾ മൊട്ടയടിക്കാൻ പോയിട്ട് ഇവൻ സമ്മതിച്ചില്ല. ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് പോയി നോക്കാം എന്താകും അവസ്ഥയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ വിശേഷമായില്ലേന്ന് ചോദിക്കുന്ന കണക്കാണ് ഓരോരുത്തരും ചോദിച്ചു, അയ്യോ കൊച്ചിൻ്റെ മുടി മൊട്ടയടിച്ചില്ലേ ഇതുവരെ, മുടി കളഞ്ഞില്ലേ ഇതുവരെ, ഫസ്റ്റ് മുടി കളയണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് കേട്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ വിചാരിച്ചു മുടി ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി, അവൻ കുറച്ചുകൂടെ വലുതായിട്ട് ഓക്കെ ആയിട്ട് മൊട്ടയടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് മുടി കംപ്ലീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ട്, മുടി ഒരുപാട് വളർന്നു. കണ്ടില്ലേ, കെട്ടി വയ്ക്കാൻ പാകത്തിന് മുടിയായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു എയ്റോപ്ലെയിൻ, അവൻ അതിൽ കയറിയിരുന്ന് നല്ല ഹാപ്പിയായി, ഓക്കെ ആയി, സെറ്റാണ്. മുടി വെട്ടുന്ന ആളുമായിട്ടും സെറ്റായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് ഹെയർ കംപ്ലീറ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ കെട്ടി വെച്ച ഹെയർ പുള്ളിക്കാരൻ എനിക്ക് മുറിച്ച് തന്നു, ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രിമ്മാണ് ചെയ്യുന്നത്, ഇവിടെ ഷേവ് ചെയ്യത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞ് അനങ്ങുമ്പോഴത്തേക്കും മുറിയെങ്ങാനും ചെയ്ത് അതിനെക്കാട്ടും ഡേഞ്ചറാണ്. അപ്പോൾ മുട്ടയടിക്കുന്നത് ട്രിമ്മർ യൂസ് ചെയ്ത് നമ്പർ 1 ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മുടി ട്രിം ചെയ്ത് കളയുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അവന് കോക്കോ മെലനൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൻ സെറ്റായി, നല്ല എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ആദ്യമൊക്കെ അവനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് ഫ്രണ്ടിൽ നിന്നിട്ട്, പിന്നെ അവൻ്റെ മുടി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും നാളും അവനെ ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് അവൻ്റെ ഫേസ് ഷേപ്പ് മാറുന്നു, തല ചെറുതായി തോന്നുന്നു, ഞാൻ ഇമോഷണലായി, ഞാൻ കുറേ കരഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ നല്ല എൻജോയ് ചെയ്തിരുന്നു. ഒരു കണക്കിന് ഇപ്പോൾ മുടി പോകുന്നത് നല്ലതാണ്. ഒന്ന് ചൂട്, എപ്പോഴും തല വിയർക്കും. പിന്നെ ഇവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് തലയിൽ വെച്ച് തേക്കും. പിന്നെ കുളിപ്പിക്കാൻ നേരത്തും നല്ലതുപോലെ മുടി കഴുകാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചവൻ കുറച്ചുകൂടെ വലുതായിട്ട് മുടി വളർത്താം, ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനെ നല്ല പറ്റ വെട്ടിയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കുഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് നല്ലതുപോലെ ഇരുന്നു, വീഡിയോ ഒക്കെ കണ്ട്. ഇടയ്ക്ക് അവൻ ഈ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അവനൊരു ഡിസ്റ്റർബൻസ് ആയെങ്കിലും അവൻ ഓക്കെ ആയിരുന്നു, ലാസ്റ്റ് വരെ ഓക്കെ ആയിട്ടിരുന്നു. അവന് അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് അവൻ ഓക്കെ ആയിരുന്നു. വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇങ്ങനെ മുടി കുറച്ചായി പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഫേസൊക്കെ മാറാൻ തുടങ്ങി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫേസ് കാണുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് എന്താ പറയണ്ടേന്ന് പോലും അറിയാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ അത്രയും നേരം അവൻ്റെ കൂടെ ആ കോക്കോ മെലന് ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കൊണ്ട് നിന്നാൽ ഞാൻ ഇമോഷണലായിപ്പോയി. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഇമോഷണലായിപ്പോയി. കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അവൻ നല്ല എൻജോയ് ചെയ്തിരുന്നു. നോക്ക് എത്ര മുടി ഉണ്ടായിരുന്നു അവനെന്ന്. എനിക്കാണെങ്കിൽ അവൻ്റെ ഫേസ് മാറിയത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. കുഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് കൊക്കോമെലൻ കണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല ഇവ ഇത്രയും സഹകരിക്കും, ഇത്രയും എൻജോയ് ചെയ്ത് ഇരിക്കുന്നു. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ബാബർ ഷോപ്പിൽ ചെന്ന് ആ പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഇവ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അവിടെ ഇത് കണക്കത്തെ വണ്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവ ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇതിൽ കൊണ്ടിരുത്തി. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞ് അവൻ കുറച്ച് നേരം ഓക്കെ ആവട്ടെ, കുറച്ച് കളിച്ചിട്ടൊക്കെ മതി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പുള്ളിക്കാരൻ നല്ല ടിപ്സൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളും അത് കണക്ക് അവനെ കുറച്ച് നേരം അതിലിരുത്തി കളിപ്പിച്ചു. പിന്നെ TV ഒക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇവ ഓക്കെ ആയി. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഇവൻ്റെ പരിപാടി. ഇവൻ്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ ഇവ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചാടി നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ലാസ്റ്റ് വരെ ഓക്കെ ആയിട്ടിരുന്നു. പിന്നെ ഈ മുടി വെട്ടുന്ന പുള്ളിക്കാരനും നല്ല ഒരു ഇതായിരുന്നു, നല്ല ഒരു അവനെ നല്ലതുപോലെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടിക്കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അവനും അതൊക്കെ എൻജോയ് ചെയ്ത് നല്ലതുപോലെ ഇരുന്നു. ഇത് നമുക്കൊരു സർപ്രൈസായിരുന്നു. കാരണം ഇവ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ലാസ്റ്റ് വരെ ഇരുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ പകുതി വരെ മുറിച്ചിട്ട് പോകേണ്ടി വരുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഇവ ഓക്കെ ആയിരുന്നു ലാസ്റ്റ് വരെ. സോ ഫൈനലി കംപ്ലീറ്റ് ഹെയറും പോയിരിക്കുവാണ്.
ചെറിയ കുട്ടികളെ തിരുപ്പതിയിലും പളനിയിലൊക്കെ കൊണ്ടുപോയി മുട്ടയടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുടി കംപ്ലീറ്റ് അങ്ങനെ ഷേവ് ചെയ്ത് കളയത്തില്ല. കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് കുട്ടി ഒന്ന് തിരിയോ മറിയുകയാണ് ചെയ്ത് മുറിഞ്ഞാൽ അതും ഒരു ഇൻഫെക്ഷൻ ആവും, ബ്ലഡ് നിൽക്കത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, കുഞ്ഞു കുറച്ചുകൂടെ വലുതായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഷേവ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളും ഇത് ഓക്കെ ആയിരുന്നു. നമുക്ക് അവനെ ഒന്ന് മുടി ലെവൽ ചെയ്യിക്കണമെന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ചൂടും വിയർപ്പും പിന്നെ അവൻ കുളിപ്പിക്കാൻ നേരത്തൊന്നും നല്ലതുപോലെ കഴുകി കളയാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു മുടി കംപ്ലീറ്റ് എടുത്ത് മാറ്റാം, എന്തായാലും മുടി വളരുമല്ലോ. അപ്പോൾ എല്ലാ ഹെയറും പോയി, കുഞ്ഞ് കംപ്ലീറ്റ് മുട്ടയായ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അയ്യോ, അവൻ്റെ ഫേസൊക്കെ മാറി. എന്തോ ഇനി നമ്മൾ കുറച്ച് ദിവസം എടുക്കുമോയെന്നറിയത്തില്ല ആ ഒരു ഫേസുമായിട്ട് അഡാപ്റ്റ് ആവാൻ. അങ്ങനെ അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് അവൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷേ ഓക്കെ ആയിരുന്നു, അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുഞ്ഞിന് നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയമായിരുന്നത് കൊണ്ട് വലിയ അലമ്പില്ലാണ്ട് കഴിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ഹെയറും പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ഹെയർ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഫസ്റ്റ് ടൈം ഹെയർ എടുക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ തന്നു. കുഞ്ഞ് അവസാനം ഈ വണ്ടിയിൽ നിന്ന് വരുന്നില്ലാന്നേ, അവൻ അതിൽ തന്നെ ഇരുന്ന് കളിക്കണം. അവൻ അവിടെ ഇങ്ങ് സെറ്റായി, അവിടെ തന്നെ ഇരിക്കണം. അവിടുന്ന് വരുന്നില്ല, ഒരു വിധത്തിൽ വരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരു വിധം പിടിച്ച് വലിച്ചവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഹെയർ അങ്ങനെ നമുക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് ആ സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ടൈം ഹെയർ കട്ടിൻ്റെ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ അനിയനെയും അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര സർപ്രൈസായിപ്പോയി. അപ്പോൾ അമ്മ പറഞ്ഞ് ഇത്രയും മുടി എടുക്കണ്ടായിരുന്നു എന്ന്. ഇത്രയും ഇങ്ങനെ തന്നെ ആക്കിയെടുത്ത പാട് നമുക്കറിയാം. പിന്നെ മുടി വളരുമല്ലോ, പെട്ടെന്ന് വളരും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, നല്ല പിണങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി ഫ്ലാറ്റിൽ പോവുകയാണ്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ അവൻ സമ്മതിച്ചില്ല. ഫോട്ടോ എടുക്കുന്നതൊന്നും അവന് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ കുറച്ച് മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവൻ അറിയാണ്ടൊക്കെ എടുത്തു. റൂമിൽ വന്ന ഉടനെ കുഞ്ഞ് നല്ല ഉറക്കമായി കേട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉറങ്ങി. കുളിപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, മുടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവൻ്റെ തലയൊക്കെ തുടച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് അവൻ പഴയത് കണക്കിന് അവൻ്റെ പിക്കാബുവൊക്കെ കളിച്ച് അവൻ എന്തോ ഇട്ട് തലയിൽ കൂടെ പുതപ്പൊക്കെ ഇട്ട് കളിക്കുന്ന കളി, അതൊക്കെ അത് കണക്ക് തന്നെ. അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, കാണുന്ന നമുക്കാണ് ഒരു മാറ്റം പോലെ തോന്നുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.